രാവിലെ തൊട്ട് ചീഞ്ഞ മഴ, എച്ചാതി മഴ എന്നറിയോ. അപ്പോൾ കുറേ ചായ കുടിച്ചു, കുറേ ചോറ് തിന്നു, കുറേ ഉറങ്ങി നോക്കി. എന്നിട്ടൊന്നും സമയം പോകുന്നില്ല, മഴയും നിൽക്കുന്നില്ല. ഇടയിൽ എനിക്കൂടി താടേ കണ്ടുകൂടെ എടുക്കാഞ്ഞു. അപ്പം വിചാരിച്ചു ഒന്ന് തെണ്ടാൻ പോയാലോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബസ്സിന് പോകാൻ. കാര്യം എന്താ വെച്ചാൽ അമ്മാതിരി മഴ. അപ്പം നമുക്ക് എന്തുകൊണ്ടും സേഫ് ബസ്സാണ്. പുതുമഴയാണല്ലോ. പുതുമഴയത്ത് റോട്ടിൽ ചവിട്ടിയാൽ കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. എൻ്റെ പാൻറ് മാത്രമല്ല, ഞാനും നനഞ്ഞു. 2 കുട എടുക്കാൻ മതിയായിരുന്നു. ഞങ്ങൾ 2 കുട എടുക്കാൻ മടിയായിട്ട് 1 കുടയും എടുത്ത് ഇറങ്ങിയതാ. അപ്പോൾ ചീഞ്ഞു ഗൈസ്. എന്താ മഴ, ബസ് സ്റ്റോപ്പിലൊക്കെ ഇട്ട് കഴിയാൽ പോരെ. അപ്പം എന്നിട്ട് ഇങ്ങോട്ട് വെക്കടാ. എന്ത് മെസ്സേജ്? കോഴിക്കോട്, കണ്ണൂർ, ഇടുക്കി അങ്ങനെ കുറെ സ്ഥലത്ത് ശക്തമായ മഴ. ശക്തമായ മഴ. എന്നിട്ട് എന്തായി ഞാൻ പറഞ്ഞത്? 2 കുട എടുത്ത് പോകാൻ മതിയായിരുന്നു. ഒന്നായിട്ട് നനഞ്ഞു ഗൈസ്. അപ്പൊ വണ്ടിയാകുമ്പോ ഓട്ടോമേൽ ചവിട്ടിയാൽ കിട്ടൂലോ എന്നുള്ളൊരു പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ ബസ്സിന് പോവുക കേട്ടോ. പുതുമഴയത്ത് ഈ ഗ്രീസ്, പെട്രോളിൻ്റെ അങ്ങനെ പല പല മെയിനായിട്ട് ഇപ്പോൾ ഗ്രീസാട്ടോ. എല്ലാ വണ്ടിയിലും ഗ്രീസൊക്കെ പോകുന്നതാണല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. മഴയും റോഡും ഒന്ന് കണക്റ്റ് ആവണം. ഒരു കൂടെ ഞങ്ങൾ രണ്ടാളും നനഞ്ഞു ചെയ്തു. ഞങ്ങൾ പോകുന്നത് ഡ്രസ്സ് എടുക്കാൻ. ഈ ചീഞ്ഞ മഴയത്ത് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് എങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആളെത്തുമ്പോഴേക്ക് ഉണങ്ങി കഴിക്കും. ഏതായാലും ചാറ്റാന്ന് നല്ല മഴ. ഇങ്ങനെ ഓനെ നനയിപ്പിക്കാനായിട്ടൊരു മഴ. ബസ് തന്നോ നമുക്കത് ഷോപ്പിങ്ങിന് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ ഗൈസ്. വേറെ ഒന്നും സത്യം പറയാച്ചാൽ ഓർമ്മയില്ല. ഞാൻ എത്രയോ തവണ വിചാരിച്ചു കാർ എടുക്കാതെ പോയത് എത്ര നന്നായിരിക്കുന്നു. കാരണം പുറത്തേക്ക് കാണുക പോലും ചെയ്യാത്ത രീതിയിൽ അമ്മാതിരി മഴ, ഒരു രക്ഷയില്ലാത്ത മഴ. എൻ്റെ മോന് ഡ്രസ്സും പാൻറ്റും ഞങ്ങൾ രണ്ടാളും കൂടി ഒരു കുടയിൽ ചൂടിയിട്ട് പുറകിലും പാൻറ്റൊക്കെ നനഞ്ഞിട്ട് ഓൻ പാതി വഴിയിൽ വെച്ചിട്ട് തിരിച്ചു പോന്നു. കാരണം നനഞ്ഞിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ ശീലമല്ല. പിന്നെ ഷോപ്പിങ്ങിന് എൻ്റെ മൂത്ത സഹോദരി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ വേറൊരു സ്ഥലത്തായിരുന്നു. അവളെ സ്കൂളിലത്തെ എന്തോ കുട്ടികളെല്ലാവരും കൂടി ഒത്തുചേരലായിരുന്നു. അവിടുന്ന് മഴയത്ത് കുടയില്ലാതെ ഇറങ്ങി അവളൊന്നായിട്ട് ചീഞ്ഞു പോയി. അപ്പോൾ അവൾ പറഞ്ഞു അവളും ഷോപ്പിലേക്ക് വരൂല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഷോപ്പിലെത്തിയത് പറയണ്ട, അമ്മാതിരി നനഞ്ഞ് ചീഞ്ഞ്. ഞാൻ പണ്ടൊക്കെ മുറ്റടിച്ച് വരാൻ പണ്ടത്തെ സ്ത്രീകളുണ്ടല്ലോ ഇങ്ങനെ മടക്കിയിട്ട് ഒരു കുത്തൽ, അതേമാതിരി കുത്തി. കാരണം ഫ്രോക്കാണ് ഇട്ട് നിലത്തൂടി എഴുന്നുണ്ട്. അപ്പം അത്രമേൽ മഴ കൊണ്ടുങ്ങാൻ ഒരു കൂട്ടം ഡ്രസ്സ് എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് ഞാൻ എടുത്ത ഒരു കൊറിയൻ ടൈപ്പ് ഡ്രസ്സാട്ടോ. ഇതെങ്ങനെയോ എടുത്ത് വേറെ ഒന്നും നോക്കാനും പറയാനോ ഒന്നും നിന്നില്ല ഗൈസ്. അങ്ങനെ പെട്ടെന്ന് കയറിപ്പോന്നു. ഈ ഒരു കളർ എനിക്കില്ലാത്തത് കൊണ്ട് ചെറിയൊരു ഫുൾ സ്കേർട്ട് ഹാഫ് സ്കേർട്ടായിട്ട് വരുന്നതാട്ടോ. അപ്പോൾ അതെടുത്തു. തിരിച്ച് താമരശ്ശേരിയിലേക്ക് ഓട്ടോ തന്നെ പോയി. ആ ഷോപ്പിലേക്ക് ഞാൻ ഓട്ടോ കഴിഞ്ഞിട്ടോ പോയത്. അങ്ങനെ തിരിച്ചെല്ലാം കൂടിയും ബസ്സിന് കയറി നോക്കുമ്പം ഒന്നും പറയണ്ട, എല്ലായിടത്തും ബ്ലോക്കും മഴയായിട്ട് ബസ്സിൻ്റെ ടൈം ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ അവർ ഉള്ളേരി വെച്ചിട്ട് പിന്നെ പോകുന്നില്ല എന്നാണ്. മുമ്പിലുള്ള ബസ്സിൽ ബാക്കിലുള്ള ബസ്സിന് മുമ്പ് പറഞ്ഞേച്ച് മുമ്പിലുള്ള ബസ്സിൽ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഉള്ളേരി വെച്ച് ബസ്സെല്ലാം മാറി കയറി അവിടുന്ന് അക്കുടയിട്ട് ഇങ്ങോട്ട് നടന്ന് ചീഞ്ഞ്. ഞാൻ എവിടുന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. എനിക്ക് നനഞ്ഞിട്ട്
മോൻ പറഞ്ഞത് വേണം നനഞ്ഞ് ഇങ്ങനെ നടന്നിട്ട് ശീലമല്ലല്ലോ. അപ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടായി. അങ്ങനെ എല്ലാം കൂടി ഒരു വിധേന വീട്ടിൽ തിരിച്ചെത്തി ഇറങ്ങണ്ടില്ലായിരുന്നു എന്നുള്ളൊരവസ്ഥയിലായി പോയിട്ടുണ്ട്. വന്നൊന്ന് കുളിച്ചപ്പാണ് എന്തൊരു സമാധാനം. കാരണം ഫുട്പാത്തിൽ കൂടിയൊക്കെ പോകുന്ന വെള്ളത്തിലൊക്കെ ചവിട്ടുന്നതല്ലേ എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനുള്ളൊരു സംഭവമാണത്. അങ്ങനെ എല്ലാം കൂടി വീട്ടിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയപ്പം ഒക്കെ സമാധാനമായി. അങ്ങനെ ഇന്ന് പോവണ്ടില്ലായിരുന്നു എന്നായി. ഷോപ്പിങ്ങും കഴിഞ്ഞു, ഒരു ഡ്രസ്സും എടുത്തു. ഡ്രസ്സിൻ്റെ ഫുള്ളായിട്ടുള്ള ലുക്കൊക്കെ ഞാൻ ഇട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു കൊറിയൻ സ്റ്റൈൽ നല്ലൊരു എനിക്ക് നല്ലോണം ചേർന്ന്. ഞാൻ ഇഷ്ടമില്ലാതെ ഇഷ്ടപ്പെട്ടെടുത്തതായിരുന്നു. പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുമ്പം അടിപൊളി, എനിക്ക് നല്ല ചേർച്ചയുണ്ട്, നല്ല ക്ലോത്തും ആട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ബസ്സിലൊക്കെ പോയി ഒരു വഴിയായി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തന്നെ വലിയൊരു കാര്യം. ബസ്സിലങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അതുതന്നെ വലിയ ഹൈറ്. അപ്പം അങ്ങനെയാണ്. എല്ലാവരോടും ടാറ്റ പറയാം കേട്ടോ.